ഹെഡ്ജ് മോഡിൽ ചെയ്യുന്ന ഒരു ഇതാണ് പ്രശ്നം. നമ്മളെ ഈ 7 മണിക്കൂർ നമ്മൾ കയറി കിടന്ന് ഉറങ്ങും, എന്നിട്ട് അവിടെ TRX ഒക്കെ ഷോ ചെയ്യും. ഓക്കെ, ഇപ്പം ഈ കിടക്കുന്ന 35 TRX ഇല്ലേ ഷോ ചെയ്യും, അല്ലെങ്കിൽ 28 TRX ഷോ ചെയ്യും. പക്ഷെ ആ TRX ഒന്നും ഉണ്ടാവത്തില്ല അവിടെ, അതെല്ലാം ലിക്വിഡേറ്റ് ആയി പോയി കാണും. BTC USD പെർഫെക്റ്റ് നമ്മളിപ്പം എടുത്തിരിക്കുന്നത് സാധാരണ ഡെറിവേറ്റീവ് USTM ഫ്യൂച്ചേഴ്സ് ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത് USDT വെച്ച് ട്രേഡും ചെയ്യാം, സാധാരണ കോയിൻസ് എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസി വെച്ച് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ തന്നെ ഫ്യൂച്ചർ ട്രേഡ് എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. USTM ഫ്യൂച്ചേഴ്സ്, കോയിൻ ഫ്യൂച്ചേഴ്സ് കാണിച്ചിട്ടില്ലേ? അതിൽ USD വെച്ച് ട്രേഡ് ചെയ്യുന്നതാണ് USTM ഫ്യൂച്ചേഴ്സ്. കോയിൻ വെച്ച് ട്രേഡ് ചെയ്യുന്ന പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി വെച്ച് ട്രേഡ് ചെയ്യുന്നതാണ് കോയിൻ ഫ്യൂച്ചേഴ്സ്. കോയിൻ ഫ്യൂച്ചേഴ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് BTC, അതുപോലെ നമ്മൾ വേറെ ഏതെങ്കിലും എടുക്കുവാണെങ്കിൽ കുസാമ എടുക്കുവാണെങ്കിൽ കുസാമ USDT ആണ്. കുസാമ എടുക്കുവാണെങ്കിൽ നമുക്ക് KSM എന്നാൽ കുസാമ വെച്ച് നമുക്ക് എല്ലാത്തിനകത്തും ഇല്ല, USDT മാത്രമേ ഉള്ളൂ. ഓക്കെ, കോയിൻ ഫ്യൂച്ചേഴ്സ് എടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യേണ്ട, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വെച്ച് ട്രേഡ് ക്രിപ്റ്റോ കറൻസി വെച്ച് ട്രേഡ് ചെയ്യാം, അല്ലാതെ നമുക്ക് USDT വെച്ചും ട്രേഡ് ചെയ്യാം. അപ്പം ഇപ്പൊ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചാണ്, USDT വെച്ചാണ്. ഓക്കെ, ഞാൻ BTCയുടെ പേരിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, BTC USDT, BTC USDT പെർപെക്ച്വൽ. പെർപെക്ച്വൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അതിന്റെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ടൈമിലേക്ക് നിലനിൽക്കും, ഒരു ടൈം പീരീഡ് ഉണ്ട് പെർപെക്ച്വലിന്. അത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ 2 ടൈപ്പിലുണ്ട്, USDT ഫ്യൂച്ചേഴ്സ് പെർപെക്ച്വൽ ആൻഡ് USDT ഡെലിവറി. ഡെലിവറി എന്ന് പറഞ്ഞാൽ 3 മന്തിലേക്ക് നമ്മൾ ഡെലിവറി എടുക്കുന്നതാണ്. ഓക്കെ, സാധാരണ ഷെയർ മാർക്കറ്റിലുള്ളവർക്ക് അറിയാം ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡെലിവറി നമ്മൾ ഇത് ഷെയർ മേടിക്കുന്ന പോലെ USDT വെച്ച് നമ്മൾ അത് ഡെലിവറി ചെയ്യാക്കും. പക്ഷെ അതിനും ലിക്വിഡേഷൻ പീരീഡ് ഉണ്ട്, അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്ന പോലെയല്ല ഇവിടെ നമ്മൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നമ്മളൊരു പൊസിഷൻ എടുക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്: ലിമിറ്റ്, മാർക്കറ്റ്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. നമ്മൾ മെയിൻ ആയിട്ടും ലിമിറ്റിലാണ് നമ്മൾ ഇടുന്നത്. നമ്മളിപ്പോ മാർക്കറ്റ് നോക്കുവാണ്. ഓക്കെ, നമ്മൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിന്റെ ചാർട്ട് ഇതെടുക്കുക. 1 മിനിറ്റ് എടുക്കുമ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് അപ്പറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് ഓർഡറിൽ 36, 947, 36, 940. ഒന്ന് പെർപെക്ച്വൽ സാധാരണ USDT ഡെലിവറി നമ്മൾ സാധാരണ ഡെലിവറി ചെയ്യുന്ന 3 മാസത്തേക്കുണ്ട്. ഈ USDT സാധാരണ നോർമൽ USDT പെർപെക്ച്വലിന്റെ പ്രൈസ് ഇപ്പൊ എത്ര കിടക്കുന്നത്? 36,929 അല്ലേ? USDT ഡെലിവറിയുടെ എടുത്ത് കാണിച്ചില്ല. ക്വാർട്ടർലി 37 കിടക്കുന്നത് കേട്ടോ. ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പം ഇതിന്റെ അകത്ത് പ്രൈസ് ഡൗൺ ആയിക്കാണ്. ഓക്കെ, ഞാൻ ഡൗണിലേക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, 37,89. ഓക്കെ, ഞാൻ 37,135 തന്നെ ഞാൻ ഒരു 25% ഐസൊലേറ്ററിൽ ഞാൻ ഒരു ഷോർട്ട് സെല്ല് ചെയ്തു. ഓക്കെ, മിനിമം 37. ഓക്കെ, ഓർഡർ സബ്മിറ്റ് ആയി. ഓക്കെ, എന്റെ ഓപ്പൺ ഓർഡർ എടുത്തു. ഓക്കെ, ഞാൻ ഇതെല്ലാം ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. BTC USDT ടൈപ്പ് ലിമിറ്റ്, സൈഡ് ഷോർട്ട് സെല്ലാണ്. എന്ന് പറഞ്ഞാൽ സെൽ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് പോകുന്ന അർത്ഥം. ഓക്കെ, അപ്പം പ്രൈസ് 37,135, എമൗണ്ട് 37.2 USDT. ഞാൻ എന്റെ ആകെ 3 USDT ഉള്ളൂ. ഞാൻ എന്തെടുത്തു? മാർജിൻ എടുത്തു. ഓക്കെ, നമുക്ക് നോക്കാം ആ പ്രൈസിൽ എത്തിക്കഴിയുമ്പോൾ എന്താവുന്നു. എന്തായാലും അപ്പൊ തന്നെ വരും എനിക്ക് തോന്നുന്നു. 3 ഡോളറേ ഉള്ളൂ. ഇത് ഇവിടെ നോക്കുക. എന്താണ് 25x ലിവറേജ് എടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു 20 അല്ലെങ്കിൽ 25 ഏറ്റവും കൂടുതൽ എടുക്കുക. ഓക്കെ, അതിൽ കൂടുതൽ എടുക്കരുത്. 37.2 ആണ് ടോട്ടലായിട്ട് എടുത്തേക്കുന്നത്. അതെന്നാ ഞാൻ അത്രയും എന്റെ ബാലൻസ് ഉണ്ടല്ലോ. ഇപ്പൊ 1.51 ബാലൻസ് ഇല്ലേ? ഞാൻ ഫുൾ എണ്ണത്തിന് എടുത്തില്ല. ഓക്കെ, ഇപ്പൊ എന്റെ 335 വരും. അപ്പം ഇതാവുമ്പം ഇപ്പം പിന്നെ ഡൗണിലേക്ക് പോയി. പിന്നെ ഞാനൊരു വേണമെങ്കിൽ ഒരു ഇത് എടുക്കാം, ഒരു പൊസിഷൻ എടുക്കാം. നമ്മളൊക്കെ പൊസിഷൻ അപ്പം തന്നെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റ് ഓർഡറിൽ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഷോർട്ട് സെൽ ചെയ്യുക. ഓക്കെ, ഫുൾ കൊടുക്കേണ്ടി വരുന്നു എനിക്ക്, ഇന്നലെ ആവുന്നില്ല. ഓക്കെ,
വരും നോക്കട്ടെ, വരാൻ സാധ്യതയില്ല, ചിലപ്പോൾ വരുള്ളൂ. നിങ്ങൾ ക്യാൻസൽ ആക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ മാർക്കറ്റ് ഓർഡറിന് കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, ഒരു ഷോർട്ട് സെൽ എടുത്തു. അപ്പൊ ഒരു പൊസിഷനായി. ഓക്കെ, എന്റെ പൊസിഷൻ എന്താണ്? 37-33 ഞാനൊരു പൊസിഷൻ എടുത്തു. 307-33 പൊസിഷൻ എടുത്തു. മാർക്കറ്റ് പ്രൈസ് 37-46 ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാല് ഇതിന്റെ താഴത്തേക്ക് പോയാലാണ് എനിക്ക് ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ, ലിക്വിഡേഷൻ പ്രൈസ് എത്രയാണ്? 37,749 എന്ന് പറഞ്ഞാല് $700 എക്സ്ട്രാ ആയിക്കഴിഞ്ഞാല് എന്റെ ലിക്വിഡേഷൻ പ്രൈസ് ആവും. 749 ആയിക്കഴിഞ്ഞാൽ എന്റെ ലിക്വിഡേഷൻ പ്രൈസ് ആയിട്ട് ക്ലോസ് ആവും. ഒന്നും പോലും നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പം പിന്നീട് നമ്മൾ ഇവിടെ ക്ലോസ് ആക്കേണ്ടത് നോർമലി ക്ലോസ് ആക്കേണ്ടത് ഇവിടെ പോയിട്ടല്ല. നോർമൽ ആണെങ്കിൽ ഇവിടെ പോയിട്ടല്ല. നമ്മൾ ഇപ്പൊ സെല്ലടിച്ച് നമ്മൾ ബൈ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ തന്നെ നമുക്കത് ക്ലോസ് ആക്കാം, മാർക്കറ്റ് ഓർഡറിൽ ക്ലോസ് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ട്രെയിലിംഗ് പൊസിഷൻ സ്റ്റോപ്പ് ലോസും എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യുമ്പം ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാല് ഇവിടെ ശ്രദ്ധിക്കുക, 36,850. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട കാര്യമില്ല, മാർക്കറ്റ് പ്രൈസും സ്റ്റോപ്പ് ലോസ് ആയിക്കോളും. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടുന്നതാണ് 0.18 USDT. അപ്പൊ ഞാൻ ഒന്നുകൂടി കുറച്ച് 36,750 വയ്ക്കാം. ഒരു അര പോലും കിട്ടത്തില്ല, വെറുതെ നമ്മൾ ചുമ്മാ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു ഓർഡർ കൂടി വന്നിട്ടുണ്ട്. ടേക്ക് പ്രോഫിറ്റ് മാർക്കറ്റ്. ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, പൊസിഷൻ ക്ലോസ് ആക്കുക. ഓക്കെ, ഈ പ്രൈസിന് മാർക്കറ്റ് പ്രൈസ് 36,750 ആകുമ്പോൾ അത് തന്നെ ക്ലോസ് ആയിക്കോളും. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പൊ അത് പ്രൈസ് അപ്പിലേക്കാണ് പോകുന്നത്. കണ്ടോ? ലോങ് എടുക്കണമെങ്കിൽ ബൈ ചെയ്താൽ മതി. ലോങ് എടുക്കണമെങ്കിൽ ഞാൻ ഇത് മാർക്കറ്റ് ഓർഡറിൽ ക്ലോസ് ആക്കി ഇവിടെ പോവാം. മാർക്കറ്റ് ഓർഡറിൽ തന്നെ ഇവിടെ പോവാം. ഓക്കെ, ബൈ ചെയ്യുക. ഇപ്പൊ ഞാൻ ബൈ ചെയ്തു, എന്റെ പൊസിഷനായി. ഇത് കണ്ടോ, 37.65 ബൈ ചെയ്തു. മാർക്കറ്റ് പ്രൈസ് 37.58. ഓക്കെ, ലിക്വിഡേഷൻ പ്രൈസ് 36,300. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. 37,500. ഓക്കെ, കൺഫേം. ആ പ്രൈസ് കിട്ടുമ്പോൾ ടാർഗറ്റ് അച്ചീവ് ആയിക്കോളും. ഓക്കെ, ഇതാണ് സാധാരണ ട്രേഡിങ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ, സ്റ്റോപ്പ് ലോസ് കൊടുക്കാം, നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. പക്ഷെ ഞാൻ എന്റെ ടെക്നിക്ക് വെച്ച് ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്ന് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് കൊടുക്കാം. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ആകുമ്പോൾ വേഗം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, നമ്മുടെ പൈസ പോകും. അതുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ, ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുമ്പോൾ കിടന്ന് ഉറങ്ങുമൊന്നുമില്ല. അപ്പൊ അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ട്രേഡ് ചെയ്ത് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി വിഡ്രോ ചെയ്യും. എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സെല് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. മാർക്കറ്റ് എപ്പോഴും എത്ര അപ്പിലേക്ക് വരാൻ ഡൗണിലേക്ക് വരാൻ സാധ്യത കേട്ടോ. BTCയിലൊക്കെ ഷോർട്ട് സെൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. BTCയിൽ നമ്മൾ ട്രേഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാതിരിക്കുക. BTC ഭയങ്കര വോൾട്ടേലാണ്. വേറെ ചെറിയ ഇതിൽ ട്രേഡ് ചെയ്യുക. TRXൽ ട്രേഡ് ചെയ്യുക, തീറ്റയിൽ ട്രേഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ട്രേഡ് ചെയ്ത് പഠിക്കുക. നമ്മൾ ആദ്യമേ തന്നെ കോയിൻസിൽ ട്രേഡ് ചെയ്ത് പഠിക്കുക. അത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കുറച്ച് TRX എടുത്തിട്ടേ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ TRX എടുക്കും. ഞാൻ എടുക്കാം TRX എടുത്ത്. TRX എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 2 ടൈപ്പ് TRX ഉണ്ട്. USDT വെച്ചുള്ളൂ, സാധാരണ TRX വെച്ചുള്ളൂ. ഓക്കെ, നമ്മൾ എടുക്കേണ്ട TRX വെച്ചുള്ളതാണ്. USDT വെച്ചുള്ള എടുത്തു കഴിഞ്ഞാൽ USDT പോകും, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കി. രണ്ടും സെയിം ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലേക്ക് കഴിഞ്ഞാൽ TRX വരും, ഇതിലേക്ക് കഴിഞ്ഞാൽ USDT വരും, അടുത്തതിലേക്ക് കഴിഞ്ഞാൽ TRX വരും. ഇതിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ TRX ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. TRX USDT TRX കൊണ്ടുവന്നുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ വാലറ്റിലേക്ക് നമ്മൾ TRX കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ TRX വെച്ച് ട്രേഡ് ചെയ്യും. അതങ്ങനെ TRX USDT പെയറിൽ ട്രേഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വേറെ ഒന്നുമില്ല. നമ്മൾ TRX വെച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അത് പൈസ നമുക്ക് ലോസ് ആവത്തില്ല അധികം. USDT ആണെങ്കിൽ കൂടുതൽ ലോസ് ഉണ്ടാവും. TRX ആണെങ്കിൽ അധികം പൈസ കുറവാണല്ലോ. USDT പെയറിലാണെങ്കിൽ USDT ആണ് നമ്മൾ അവിടെ വെക്കേണ്ടത്. TRX പെയറിലാണെങ്കിൽ നമ്മൾ TRX ആണ് വെക്കേണ്ടത്. അപ്പൊ ലിക്വിഡേഷൻ വന്നാലും കുറച്ച് TRX മാത്രമേ പോകുള്ളൂ, USDT പോലെ പോകില്ല. ഇപ്പൊ ഞാനൊരു ഇതെടുക്കുകയാണ്. ഓക്കെ, ഒരു പൊസിഷൻ എടുക്കുകയാണ്. പൊസിഷൻ എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ പോകേണ്ട കാര്യം നമ്മൾ ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത പൊസിഷൻ 73.13 ആണ്. ഓക്കെ,
ഞാനപ്പോൾ ലിക്വിഡേഷൻ 71.40 ലിക്വിഡേറ്റ് ആവും. ഞാനപ്പോൾ 74 0.074 എന്ന് പറഞ്ഞാൽ ഒരു TRX കിട്ടും. ഓക്കെ, വളരെ ചുമ്മാ വെറുതെ കാണിക്കുന്നതാണ്. ഓക്കെ, 74 തന്നെ ക്ലോസ് ആയി പോക്കോളും. ഇത് ഫണ്ടിങ് കൗണ്ടർ. ഓക്കെ, 6 ഇപ്പൊ 7 അവർ ആണ്. ക്ലോസ് ആക്കിക്കൊള്ളണം. ആ പൊസിഷൻ ക്ലോസ് ആക്കണം. ഓക്കെ, ഇപ്പൊ ഇതുണ്ട്, ഇത് പോസിറ്റീവിലേക്ക് വരുന്നുണ്ട്, 2.73 വരുന്നുണ്ട്. പിന്നീട് അടുത്തുള്ള കാര്യം, ലിമിറ്റ് ഓർഡറിൽ ഇടാം. ലിമിറ്റ് ഓർഡറിൽ ഞാൻ പറഞ്ഞ പോലെ 25% നോർമൽ നമ്മൾ ഇടുന്ന പോലെ ഇങ്ങനെ മേടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ മേടിക്കാം. ഓക്കെ, പിന്നീട് ഇത് 20 താഴത്ത് മാത്രം ഇടുക, അല്ലെങ്കിൽ 25 താഴത്ത് മാത്രം ഇടുക. മാർക്കറ്റ് ഓർഡർ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് വേണമെങ്കിൽ കുറച്ച് ലോങ് പൊസിഷനിലേക്ക് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് അപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും പതിന് മുകളിലേക്ക് കയറി വരും. ഇപ്പം ഈ പ്രൈസിൽ നമുക്ക് ആക്ടിവേറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം 73.30 കിടക്കുന്നത്. 0 ഓക്കെ, 0.7340 ആക്ടിവേറ്റ് ആവും. ഓക്കെ, സൈസ് USDTയുടെ സൈസ് ആണ്. ഓക്കെ, നമുക്ക് സെൽ ഷോട്ട് ഓക്കെ ചെയ്യാം. ഓക്കെ, സെൽ ഷോട്ട് ആണെങ്കിൽ സെൽ ഷോട്ട് ചെയ്യാം. മനസ്സിലായോ? ഈ പ്രൈസിലാവുമ്പം ആക്ടിവേറ്റ് ആവും എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ സ്റ്റാർട്ട് ആവും. ഓക്കെ, 1% വെച്ച് അതിന്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൂടിക്കൊണ്ടിരിക്കും. മുകളിലേക്ക് പോകുമ്പോൾ 1% വെച്ച് കൂടിക്കൊണ്ടിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിയുമ്പോൾ. പിന്നീട് അടുത്ത കാര്യം, പിന്നീട് വേറെ ഉള്ളതാണ്. പിന്നീട് നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് പ്രിഫറൻസിൽ പോയിട്ട് പൊസിഷൻ മോഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന 1 വേ മോഡാണ്. ഓക്കെ, അടുത്താണ് ഹെഡ്ജ് മോഡ്. ഓക്കെ, ഹെഡ്ജ് മോഡ് ഓൾറെഡി ഞാൻ ഒരു പൊസിഷൻ എടുത്തേക്കുവാണ്. ഓക്കെ, ഞാനിപ്പോ പൊസിഷൻ ക്ലോസ് ആക്കണം. മാർക്കറ്റ് ഓർഡർ ഇവിടെ ശ്രദ്ധിക്കാം. മാർക്കറ്റ് ഓർഡർ ഞാൻ ക്ലോസ് ആക്കി. ഓക്കെ, അപ്പൊ തന്നെ എല്ലാം ക്ലോസ് ആവും. ഓക്കെ, എനിക്ക് എന്താണ് റിസീവ് ചെയ്യാനുള്ള റിസീവ് ചെയ്യും. ഓക്കെ, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ഓർഡറിൽ ക്ലോസ് ആക്കേണ്ടതാണ് പറയുന്നത്. നിങ്ങളുടെ ഫീസ് കൂടി അതിനകത്ത് കുറച്ച് പിടിക്കും. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. തന്നെ ക്ലോസ് ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നീട് അടുത്ത് ഇപ്പം അങ്ങനെ നമ്മളൊരു പൊസിഷൻ എടുത്തിട്ട് പിന്നെ അടുത്ത ഹെഡ്ജ് മോഡിലേക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ പൊസിഷൻ ക്ലോസ് ആക്കിയത്. പിന്നെ പോയിട്ട് പ്രിഫറൻസിൽ പോയിട്ട് പൊസിഷൻ മോഡ് നമ്മളിപ്പോ വൺ വേ മോഡിലാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് എടുക്കാൻ പറ്റുള്ളൂ, ലോങ് എടുത്തു കഴിഞ്ഞാൽ ലോങ് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ BTCയിലാണെങ്കിൽ TRXലാണെങ്കിൽ ഏതിലാണെങ്കിൽ. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു പൊസിഷൻ എടുക്കുവാണ്. ഓക്കെ, ലോങ് പൊസിഷൻ എടുക്കുവാണ് ആ BTCയിൽ അല്ലെങ്കിൽ TRXൽ. പിന്നീട് ആ സെയിം TRX തന്നെ ഷോർട്ടും എടുക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല, അത് 1 വേ മോഡാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹെഡ്ജ് ചെയ്യും. ഓക്കെ, പ്രിഫറൻസിൽ പോവും, പൊസിഷൻ മോഡ്, ഹെഡ്ജ് മോഡിൽ ഇടും. ഓക്കെ, ഹെഡ്ജ് മോഡിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ റിസ്ക് ഫാക്ടറിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇത് കിട്ടുക എന്നുള്ളതല്ല, നമുക്ക് കൂടുതൽ പൈസ കിട്ടുക എന്നുള്ളതല്ല, നമ്മുടെ റിസ്കിനെ കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹെഡ്ജ് മോഡിലാണെങ്കിൽ എന്ത് പറ്റും? നമുക്കൊരു പൊസിഷനിൽ ഓപ്പൺ ആക്കാം. ഇപ്പം ഓപ്പൺ ലോങ് ആണെങ്കിൽ ഓപ്പൺ ലോങ് ആക്കാം, ഓപ്പൺ ഷോർട്ട് ആണെങ്കിൽ ഓപ്പൺ ഷോർട്ട് ആക്കാം. ഇതിവിടെ ഇങ്ങനെ അടിക്കുന്നത് ഇതിവിടെ ഓക്കെ, ശരിയായി. ഇപ്പൊ ഇത് കണ്ട് ഞാനൊരു പൊസിഷൻ എടുക്കാൻ പോവാണ്. ഓക്കെ, മാർക്കറ്റ് ഓർഡർ എടുക്കാതെ ബെറ്റർ. ഇപ്പം ഒരു ഓപ്പൺ പൊസിഷൻ ഓപ്പൺ ലോങ് എടുക്കുകയാണ്. ഓക്കെ, ഓപ്പൺ ലോങ് ആയി. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പൺ ഷോർട്ട്, ഒരു ഓപ്പൺ ഷോർട്ട് പൊസിഷനുമായി. കണ്ടോ, 2 പൊസിഷൻ ഒരേ സമയത്ത് എടുക്കുന്നു. അപ്പൊ എന്തായാലും ഒരെണ്ണം പോസിറ്റീവ് ആവും. ഓക്കെ, ഇത് എപ്പോഴാണോ നെഗറ്റീവ് ആവുന്നത് ആ സമയത്ത് വെച്ച് ഇത് ക്ലോസ് ആക്കിയേക്കുക, മറ്റേ പോസിറ്റീവായി മുകളിലേക്ക് പോക്കോളൂ. മനസ്സിലാവുന്നുണ്ടോ? അത് സെയിം പ്രൈസിൽ നമുക്ക് ഓപ്പൺ ആക്കാം. ഏത് പ്രൈസ് ആണോ അപ്പായി പോകുന്നത് അത് ക്ലോസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പൊ ഡൗണിലേക്കാണ് പോകണമെങ്കിൽ ഡൗൺ ക്ലോസ് ചെയ്യണ്ട. ഓക്കെ, ഇപ്പൊ ഡൗണിലേക്കാണ് പോകുന്നത്, അപ്പൊ അത് ക്ലോസ് ചെയ്യുന്നില്ല, മറ്റേ ഞാൻ ക്ലോസ് ആകും.
മറ്റേ ക്ലോസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇത് ക്ലോസ് ആക്കാൻ പോകും, ഇത് ക്ലോസ് ആക്കി. ഓക്കെ, അപ്പൊ മറ്റേത് അവിടെ കിടന്നു. ഒരു 10 അല്ലെങ്കിൽ 5 USD, ഒരു 5-ന് 3-ലൊക്കെ തുടങ്ങാം. ഒക്കെ ഒരു 5-3 വെച്ച് തുടങ്ങാം. നമ്മള് ലിക്വിഡേഷൻ പ്രൈസ് കുറയ്ക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു USD വെച്ചാണ് മാത്രം മേടിക്കാവുള്ളൂ. 5 USD ഉണ്ടെങ്കിൽ 1 USD വെച്ച് ഇവിടെ 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 ലിമിറ്റ് ചെയ്യാം. ഓക്കെ, ലിമിറ്റ് ഓർഡറിൽ പോയിട്ട് പ്രൈസ് എത്ര USD ആണെന്നുള്ളത്, ഇതല്ല ഇതിന്റെ കാര്യം ഞാൻ പറയുന്നത്. അല്ല, സൈസ് 1 USD ഇടുക. ഓക്കെ, ആയിട്ട് 1 USD ഇടുക, അല്ലെങ്കിൽ 2 USD ഇടുക. അങ്ങനെ പ്രൈസ് ഇപ്പൊ നമ്മളൊരു ലോങ് ആണ് എടുത്തെങ്കിൽ ഒരു ഒരു 1000-ന് എടുത്തെങ്കിൽ 1000-ന് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമ്മൾ 950, 960, 940 അങ്ങനെ അങ്ങനെ പ്രൈസ് ഇട്ട് വെച്ചേക്കുക ബൈ ചെയ്യാൻ. ലോങ് ആണെങ്കിൽ. ഷോർട്ട് ആണെങ്കിൽ മുകളിലത്തെ പ്രൈസ് ഇട്ട് വെച്ചേക്കുക. അപ്പൊ എന്തായാലും ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് ആ ഭാഗത്ത് വന്നാൽ അതും കൂടി ആയിക്കോളും. അപ്പൊ നമ്മുടെ ലിക്വിഡേഷൻ പ്രൈസ് കൂടും. നമുക്ക് മെയിനായിട്ട് ആവശ്യം നമ്മുടെ ലിക്വിഡേഷൻ പ്രൈസ് കൂടണം. ലിക്വിഡേഷൻ പ്രൈസ് കൂടാനുള്ള മെയിൻ ടെക്നിക്കാണ് ഒന്നാമത് ലിവറേജ് കുറച്ചെടുക്കുക, രണ്ടാമത് ഇതുപോലെ തന്നെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒന്നീ ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓരോരോ പ്രൈസ് ബൈ ചെയ്യാനോ ലോങ് ചെയ്യാനോ ഷോർട്ട് ചെയ്യാനോ ഇട്ട് വെച്ചേക്കുക. അപ്പം ആ പ്രൈസിലേക്ക് വന്ന് ഹിറ്റ് ആകുമ്പോൾ പിന്നീട് അതിന്റെ ലിക്വിഡേഷൻ പ്രൈസ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. ഹെഡ്ജ് മോഡൽ ചെയ്യുന്ന ഒരിക്കൽ പോലും പ്രോഫിറ്റിന് വേണ്ടിയല്ല, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റിന് വേണ്ടിയല്ല. അത് മെയിനായിട്ട് ചിന്തിക്കും. ഇപ്പൊ ഇത് രണ്ട് നിങ്ങൾ നോക്കുക, $1, $2 ഒക്കെ വെച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇടേണ്ട ഇതാണ്, ക്യാൻഡിലാണ് 1 മിനിറ്റ് 3 മിനിറ്റ്, അല്ലാണ്ട് 15 മിനിറ്റിന്റെയും അരമണിക്കൂറിന്റെ ക്യാൻഡിൽ ഇട്ടിട്ട് ട്രേഡ് ചെയ്യരുത്. 1 മിനിറ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. അത് സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ 6 ചാർട്ട്സ് എന്നുള്ള ഇങ്ങനെ ഇങ്ങനെ നിങ്ങളൊരു ഇങ്ങനെ എടുത്തിട്ടേ, ഇങ്ങനെ ലാപ്ടോപ്പിൽ എടുത്തിട്ട് മാറ്റിക് എടുക്കുക. മാറ്റിക് ഇങ്ങനെ ഇങ്ങനെ ഒരു 6 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 6 എടുത്തിട്ട് നിങ്ങൾ ഒരു ഒരു വൺ ഡേ ചാർട്ട് എടുത്തില്ല, ഒരു 4 അവറിന്റെ ചാർട്ട് എടുത്തിട്ട് എല്ലാം 4 അവറിന്റെ ചാർട്ട് എടുത്തിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാത്തിനും നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് ഏത് ദിശയിലേക്കാണ് പോകുന്നത്. എല്ലാത്തിനും 4 അവറിന്റെ ചാർട്ട് എടുത്ത് അനലൈസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അതൊക്കെ നമ്മൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുണ്ടോ, ഇപ്പൊ മാർക്കറ്റ് ചെറുതായിട്ട് ഡൗൺ ട്രെൻഡിലാണ്. മനസ്സിലായോ? Subscribe now.